പൊന്നാനി താലൂക്കിലെ വിവിധയിടങ്ങളിൽ ശക്തമായ കടലാക്രമണത്തിൽ 8 വീടുകൾ ഭാഗികമായി തകർന്നു. പൊന്നാനി നഗരസഭയിൽ ഹിളർപള്ളി, മുറിഞ്ഞഴി, ചുവന്ന റോഡ് ഭാഗത്തും വെളിയങ്കോട്, തണ്ണിത്തുറ, പത്തുമുറി, പാലപ്പെട്ടി, അജ്മീർ നഗർ എന്നിവിടങ്ങളിലുമാണ് ശക്തമായ കടലാക്രമണം ഉണ്ടായത്. പൊന്നാനിയിൽ മുണ്ടപ്പന്റെ മജീദ്, തീക്കാക്കാന്റെ നബീസ, സൈദാക്കാന്റെ മറിയക്കുട്ടി എന്നിവരുടെ വീടുകൾ ഭാഗികമായി തകർന്നു. കൂടാതെ പാലപ്പെട്ടിയിലും 5ഓളം വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. കടലാക്രമണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. പാലപ്പെട്ടിയിലും വെളിയങ്കോടും പൊന്നാനിയിലും വീടുകളിലേക്ക് കടൽ ജലം ഇരച്ചു കയറുകയാണ്. ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് മുതൽ അലിയാർപള്ളി വരെയുള്ള ഭാഗങ്ങളിലാണ് കടലാക്രമണം ഉണ്ടായത്. 40ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. വീടുകൾക്ക് മുമ്പിൽ കടൽ ജലം കെട്ടിനിൽക്കുന്ന അവസ്ഥയുമുണ്ട്. മുറിഞ്ഞഴി, ഹിളർപള്ളിക്ക് സമീപം MES കോളേജിന് പിൻവശം തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് കടുത്ത ദുരിതമാണ് വിതയ്ക്കുന്നത്. രാവിലെ മുതൽ വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറി. കടൽഭിത്തിയില്ലാത്ത മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കൂടാതെ കടൽഭിത്തി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനു മുകളിലൂടെയും തിരമാലകൾ ഇരച്ചു കയറുകയാണ്. കൂടാതെ പൊന്നാനി, മുല്ല റോഡ്, മുറിഞ്ഞഴി, ജീലാനി നഗർ ഭാഗങ്ങളിലും തിരമാലകൾ തീരദേശ റോഡിലേക്ക് ഇരച്ചെത്തി. തീരദേശ റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. കടലാക്രമണം രൂക്ഷമായി തുടർന്നാൽ വൻ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും. നിലവിൽ തീരത്തെ മിക്ക വീടുകളും കടലാക്രമണ ഭീഷണിയിലാണ്.